ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വേറൊരു ചാനൽ ഞാൻ പുതിയ തുടങ്ങിയതാണ്. മുന്നത്തെ എൻ്റെ ചാനൽ റിയൂസ്ഡ് കണ്ടൻ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ റിയൂസ്ഡ് കണ്ടൻറ്റ് എങ്ങനെ വന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചതി ഇനി ആർക്കും വരാൻ പാടില്ല എന്നുള്ളതിലാണ് ഞാൻ വന്നിട്ടുള്ളത്. 3350 സബ്സ്ക്രൈബേഴ്സും $45 എൻ്റെ ചാനലാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ശരിയാക്കിയെടുക്കാൻ പറ്റും, പക്ഷെ ഞാൻ വേറെ ചാനൽ തന്നെ പുതിയതായിട്ട് തുടങ്ങി. അപ്പോൾ ഇനി ഇതുപോലെ ആരും അബദ്ധം പറ്റാൻ പാടില്ല എന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ ഓരോ വീഡിയോസിന് 77K വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഒരു ചാനലിന് ഒരു വീഡിയോക്ക് 41K ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ആ വ്യൂസ് ആയതും എല്ലാം പോയി. അതിൽ തന്നെ എനിക്ക് ഒരു $15 വരെ കയറിയിട്ടുണ്ടായിരുന്നു. 404 സബ്സ്ക്രൈബേഴ്സും $15 അതൊരു വീഡിയോസിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. നമ്മൾ ഒരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് വരാൻ കുറേ ടൈം എടുത്തിരുന്നു. അപ്പോൾ അത് പോയിട്ടാണ് കുറച്ച് സങ്കടമായി. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറിങ്ങാണ്. അപ്പോൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങാമെന്ന് വെച്ച് അങ്ങനെയാണ് വേറൊരു ചാനൽ തുടങ്ങിയത്. അപ്പം ഈ അബദ്ധം ആർക്കും പറ്റാൻ പാടില്ല. പിന്നെ എൻ്റെ ഒരു 41K ഒരു ചാനലും കൂടി ഉണ്ട്. അതും ഞാൻ നിങ്ങൾക്കൊന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഞാൻ കുറേ ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് 41K എൻ്റെ വീഡിയോ. അത് 250 സബ്സ്ക്രൈബേഴ്സും 793 റവന്യൂ ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ചാനൽ ഞാൻ ഇതുപോലെ കൊണ്ടുവരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല. ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വരുന്നത് തന്നെ പിന്നെ നമ്മൾ ഒരു ഇട്ട വീഡിയോ പിന്നെയും ഇടുന്നതും ബാക്കിയുള്ള ആൾ വാട്സപ്പിൽ അയച്ച വീഡിയോ അയക്കുന്നതും അങ്ങനെയാണ് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വരാൻ കാരണം. പിന്നെ മ്യൂസിക്കിലും വരാറുണ്ട്, സ്ട്രൈക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഇതിൽ എനിക്ക് വന്നിട്ടുള്ളത്. റീയൂസ്ഡ് കണ്ടൻറ്റാണ്. നെയില ടോക്കിനെ അത് നിന്നാണ് ചാനൽ നെയിം. അപ്പോൾ അതിപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റായിട്ട് വന്നിട്ടുണ്ട്. വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സെല്ലാം കംപ്ലീറ്റ് ആയ ചാനലായിരുന്നു. അപ്പോൾ ഇനി ആരും മ്യൂസിക് ഇടുമ്പോഴും മറ്റ് ബാക്കിയുള്ള കണ്ടൻറ്റ് ഇടുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിടാൻ വേണ്ടി ശ്രമിക്കുക. ഈ അബദ്ധം ആർക്കും ഒരിക്കലും പറ്റാൻ പാടില്ല. ഇനിയിപ്പോൾ അത് അപ്പീലിൻ്റെ ടൈമായിട്ടുണ്ട് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 11 ജൂലൈക്കുള്ളതൊന്ന് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റും കൂടി ടൈം തന്നിട്ടുണ്ട്. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് വീണ്ടും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു.